നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗായത്രി മന്ത്രം ഏവർക്കും അനായാസം ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. ഗുരു ഉപദേശം പോലും ആവശ്യമില്ലാത്ത മന്ത്രങ്ങളാണ് ഗായത്രി മന്ത്രം. ഓം ഭൂർഭുവസ്വഹ എന്ന് തുടങ്ങുന്ന ഗായത്രി മാതാവിന്റെ മന്ത്രം പോലെ തന്നെ എല്ലാ ദേവതകൾക്കും ഗായത്രി മന്ത്രങ്ങളുണ്ട്. അത്തരത്തിൽ അതിപ്രധാനപ്പെട്ട എല്ലാ ദേവതകളുടെയും ഗായത്രി മന്ത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾ കൊണ്ട് നൂറുകണക്കിന് ഗായത്രി മന്ത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിച്ചത്. എന്റെ ചാനൽ സന്ദർശിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേർ ആ ഗായത്രി മന്ത്രങ്ങൾ കാണാറുണ്ട്. പലരും ഓരോ ഗായത്രി മന്ത്രങ്ങൾ ചോദിക്കാറുമുണ്ട്. എന്നാൽ എല്ലാ ഗായത്രി മന്ത്രങ്ങളും ഏതാണ്ട് ഞാൻ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നൂറുകണക്കിന് ഉള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതൊക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഗായത്രി മന്ത്രങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അത് വീണ്ടും ഒന്ന് സംപ്രേഷണം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഉപകാരമാകുന്ന രീതിയിൽ ആ പഴയ വീഡിയോകൾ തന്നെ ഞാൻ വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുകയാണ്. എല്ലാ ഗായത്രി മന്ത്രങ്ങളും കൂടെ ഒന്നിച്ച് പ്രീമിയർ ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. വർഷങ്ങൾ മുമ്പ് ചെയ്തതാണ്. വീഡിയോയുടെ ക്ലാരിറ്റി ഒക്കെ അല്പം മോശമുണ്ടാകാം, സൗണ്ട് ക്ലാരിറ്റിയിലും മോശമുണ്ടാകാം. ഗായത്രി മന്ത്രത്തെ പരിചയപ്പെടുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സഹകരിക്കുക. എല്ലാ ഗായത്രി മന്ത്രങ്ങളും അത്തരത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതാനും ഭാഗങ്ങളായിട്ടായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. നൂറുകണക്കിനുള്ളത് കൊണ്ട് തന്നെ അതിപ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. വിശദമായിട്ട് കാണേണ്ടവർ അതാത് ഗായത്രി മന്ത്രത്തെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണുക. നമുക്ക് ഓരോ ഗായത്രി മന്ത്രവും ജപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പല ഭാഗങ്ങളായിട്ടുണ്ടാകും. അടുത്ത ആഴ്ചകളിൽ അത് ലൈവ് പ്രീമിയർ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഗായത്രി മന്ത്രം സാളഗ്രാമ ഗായത്രി മന്ത്രമാണ്. സാളഗ്രാമ ഗായത്രി മന്ത്രം നമ്മളുടെ വിഷമങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. സാളഗ്രാമ ഗായത്രി മന്ത്രം നിത്യം ജപിക്കുന്ന ഒരാൾക്ക് മഹാവിഷ്ണുവിന്റെ പ്രീതി ഉണ്ടാകുകയും നമുക്ക് ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിച്ച് നമ്മളുടെ ജീവിതം ആനന്ദപ്രദവും സന്തോഷപ്രദവുമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. സാളഗ്രാമം വിഷ്ണുവിന്റെ വാസമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. സാളഗ്രാമത്തിൽ മഹാവിഷ്ണു ഭഗവാൻ വസിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. സാളഗ്രാമം പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. നിരവധി ഗായത്രി മന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടു. ഓരോ ഗായത്രി മന്ത്രങ്ങൾക്കും അതാത് ദേവതയുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഗായത്രി മന്ത്രങ്ങൾ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന, തെറ്റില്ലാതെ ഗുരു ഉപദേശമില്ലാതെ തന്നെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗായത്രി മന്ത്രങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാളഗ്രാമ ഗായത്രി മന്ത്രം വളരെ വിശേഷം നിറഞ്ഞതാണ്. എല്ലാവരും ഈ സാളഗ്രാമ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം വിഷമനാശായ വിദ്മഹേ വിഷ്ണുവാസായ ധീമഹി തന്ന ശിലാ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ നിത്യം 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. സമയക്കുറവുള്ളവർ 41, 36, 21 ഒക്കെ തവണകളിൽ ജപിക്കുക. കുറഞ്ഞത് 9 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. കൂടുതൽ തവണകളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലസിദ്ധി നേടിത്തരും. ജീവിതത്തിലെ വിഷമങ്ങളും എല്ലാവിധത്തിലുമുള്ള ദുരിതങ്ങളും ഇല്ലാതാക്കാനായിട്ട് നിത്യം
സാളഗ്രാമ ഗായത്രി മന്ത്രം ജപിക്കുക. ഇന്ന് മറ്റൊരു ഗായത്രി മന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ശങ്കരനാരായണ ഗായത്രി മന്ത്രം. വളരെ വിശേഷപ്പെട്ട ശങ്കരനാരായണ ഗായത്രി മന്ത്രം ജപിച്ചാൽ തൊഴിലിൽ ഉയർച്ചയും ജീവിത വിജയവും ഒക്കെ ഉണ്ടാകുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പരിശോധിക്കാം. ഓം ശങ്കരനാരായണായ വിദ്മഹേ നാരായണായ ധീമഹി തന്ന പുരുഷ പ്രചോദയാത്. 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 നിത്യം കൃത്യസമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ശങ്കരനാരായണ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഗായത്രി മന്ത്രം സന്താനഗോപാല ഗായത്രി മന്ത്രമാണ്. സൽസന്താനങ്ങളെ ആഗ്രഹിക്കുന്നവരും സന്താനങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരും നിത്യം ജപിക്കാവുന്ന മന്ത്രമാണിത്. കൂടാതെ അമ്മമാർ നല്ല സുഖപ്രസവത്തിനായിട്ടും നല്ല സന്താനങ്ങളെ ലഭിക്കാനും ഒക്കെ ആയിട്ട് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഈ മന്ത്രത്തെ നിത്യം ചൊല്ലാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഓം ഗോപാലായ വിദ്മഹി ഗോപീജന വല്ലഭായ ധീമഹി തന്നോ സന്താന ഗോപാല പ്രചോദയാത്. ഇപ്രകാരം ഈ സന്താന ഗോപാല ഗായത്രി മന്ത്രത്തെ നിങ്ങൾ നിത്യം ചൊല്ലുക. തീർച്ചയായിട്ടും സന്താന ഗോപാല സ്വാമിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ സമ്പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സന്താന ലക്ഷ്മി ഗായത്രി മന്ത്രവും സന്താന ലക്ഷ്മിയുടെ ഭാവങ്ങളും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ദേവിയുടെ രൂപത്തെ ഒന്ന് പരിചയപ്പെടാം. 6 കൈകളോടെയാണ് ദേവിയുടെ രൂപത്തെ നാം സങ്കല്പിക്കപ്പെടാറുള്ളത്. അതിൽ 2 കൈകളിൽ കലശമാണ്, അതായത് കുടമാണ് 2 കൈകളിലുള്ളത്. കൂടാതെ 2 കൈകളിൽ വാളും പരിചയമുണ്ട്. ഒരു കൈയിൽ അഭയമുദ്രയുണ്ട്, ഒരു കൈയിൽ സാധാരണ പോലെയാണ് ദേവി ഇരിക്കുന്നത്. കൂടാതെ സന്താന ലക്ഷ്മി ദേവി രൂപത്തിൽ മടിയിലായിട്ട് ഒരു ശിശുവിനെയും എല്ലായ്പ്പോഴും കാണാം. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കാം. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സൽസന്താന ലബ്ധി ഉണ്ടാകുന്നതാണ്. സുഖപ്രസവത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഒക്കെ അത് കാരണമാകുന്നതാണ്. നമുക്ക് ഇനി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുകൂടി പരിചയപ്പെടാം. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യേ ച വിദ്മഹേ വംശവർദ്ധനായ ധീമഹി തന്നോ സന്താന ലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് സൽസന്താന ലബ്ധി ഉണ്ടാകുന്നതാണ്, സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇന്ന് സരസ്വതി ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. എല്ലാ വിധത്തിലുമുള്ള അറിവുകൾ നേടിയെടുക്കാനും നന്നായി സംസാരിക്കാനും പ്രത്യേകിച്ച് പ്രസംഗ പാഠവത്തിനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും
ആകർഷകത്വം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് സരസ്വതി ദേവിയുടെ ഉപാസന. സരസ്വതി ദേവിയെ ഉപാസിക്കാനായിട്ട് സരസ്വതി ഗായത്രി മന്ത്രം ഫലപ്രദമാണ്. ഇന്ന് 2 സരസ്വതി ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒന്നാമത്തെ സരസ്വതി ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം വാഗീശ്വര്यै വിദ്മഹേ സരസ്വത്यै ധീമഹി തന്നോ വാഗീശ്വരി പ്രചോദയാത്. ഓം വാഗീശ്വര്यै വിദ്മഹേ സരസ്വത്यै ധീമഹി തന്നോ വാഗീശ്വരി പ്രചോദയാത്. ഓം വാഗീശ്വര്यै വിദ്മഹേ സരസ്വത്यै ധീമഹി തന്നോ വാഗീശ്വരി പ്രചോദയാത്. നമുക്കിനി അടുത്ത സരസ്വതി ഗായത്രി മന്ത്രം കൂടി പരിചയപ്പെടാം. ഓം വാഗ്ദേവ്യൈ ച വിദ്മഹേ കാമരാജ്ഞായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വാഗ്ദേവ്യൈ ച വിദ്മഹേ കാമരാജ്ഞായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം വാഗ്ദേവ്യൈ ച വിദ്മഹേ കാമരാജ്ഞായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. നല്ല സംസാരം നമ്മളുടെ പെരുമാറ്റത്തെ ആകർഷകമാക്കും. അറിവ് വർദ്ധിക്കുക വഴി നമുക്ക് ജീവിതത്തിൽ വിജയം നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. ശനി ഗായത്രി മന്ത്രങ്ങളിൽ ഒന്നാമത്തെ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഗ്രഹങ്ങളിൽ ഈശ്വരനാണ് ശനി. ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ക്ഷിപ്രപ്രസാദി കൂടിയാണ് ശനീശ്വരൻ. ശനീശ്വരനെ വിളിച്ചാൽ, അദ്ദേഹത്തിന്റെ പ്രീതി ലഭിച്ചാൽ നേട്ടങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശനി പ്രീതി വരുത്തുക. ശനീശ്വരനെ പ്രീതി വരുത്താൻ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് ശനി ഗായത്രി മന്ത്രം. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കുന്നു. ഓം കാകധ്വജായ വിദ്മഹേ ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. 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 എല്ലാവിധത്തിലുമുള്ള ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്രഹലാഭത്തിനും ദീർഘായുസ്സിനും രോഗങ്ങളില്ലാതാക്കാനും ഒക്കെയായിട്ട് നമുക്ക് നിത്യം ശനി ഗായത്രി മന്ത്രത്തെ ജപിക്കാം. ഇന്ന് രണ്ടാമത്തെ ശനി ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ശനി ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ശനി ഗായത്രി മന്ത്രത്തെ 108 തവണ ജപിക്കാൻ കഴിയുന്നവർ ജപിക്കുക. വളരെ വിശേഷപ്പെട്ട ശരഭ ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശരഭമൂർത്തിയുടെ ഒരു മന്ത്രവും ശരഭമൂർത്തിയുടെ പ്രത്യേകതകളും ഒക്കെ ആയിട്ട് മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ശരഭേശ്വരൻ ശത്രുദോഷ നിവാരണ ഉദ്ദേശത്തോടുകൂടി നമുക്ക് പൂജിക്കാവുന്ന ദേവതയാണ്. എത്ര കടുത്ത ശത്രുദോഷങ്ങളും ഇല്ലാതാക്കാനായിട്ട് ശരഭേശ്വരനെ കൊണ്ട് സാധിക്കുന്നതാണ്. കൊടിയ ആഭിചാര ദോഷങ്ങൾ പോലും തിരികെ അത് ദോഷം ചെയ്തവർക്ക് തിരികെ ഫലത്തിൽ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മൂർത്തിയാണ് ശരഭേശ്വരൻ. ശരഭമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വളരെയേറെ നമുക്ക് ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. ശത്രുദോഷ നിവാരണത്തിന് ജപിക്കാവുന്ന ശരഭേശ്വര ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശരഭമൂർത്തിയുടെ പ്രത്യേകതകളും ശരഭമൂർത്തി ആരാണ്, അതിൻ്റെ വിശേഷങ്ങളും
ഐതിഹ്യവും ഒക്കെ ചേർത്ത് മുമ്പൊരിക്കൽ വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം സാലുവേശായ വിദ്മഹേ പക്ഷിരാജായ ധീമഹി തന്നോ ശരഭ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും നിത്യം ജപിക്കുക. നിത്യമായിട്ട് കൃത്യതവണകളിൽ കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ശരഭമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകും. കൂടുതൽ തവണകളിൽ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. 21, 36, 41 ഒക്കെ തവണകളിൽ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഫലസിദ്ധിക്കായിട്ട് കൂടുതൽ തവണകൾ ജപിക്കുക. ശരഭമൂർത്തിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകും. മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നത് തന്നെ പുണ്യമാണെന്നിരിക്കെ മന്ത്രം ചൊല്ലുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ മൂർത്തിയുടെ അതാത് മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇന്ന് ഗായത്രി മന്ത്രങ്ങളിൽ വെച്ചിട്ട് ശനിദോഷ നിവാരണത്തിനും ശാസ്താവിന്റെ പ്രീതിക്കും ഒക്കെയായിട്ട് അനുഗ്രഹത്തിനും ഒക്കെയായിട്ട് ജപിക്കാവുന്ന ശാസ്ത്ര ഗായത്രി മന്ത്രത്തെയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശനിദോഷങ്ങൾ എല്ലാ മനുഷ്യരെയും കഷ്ടപ്പാടും ദുരിതങ്ങളിലേക്കും നയിക്കുന്ന ഒരു ദോഷമാണ്. എല്ലാവിധ ശനിദോഷങ്ങളും ഇല്ലാതാക്കാനായിട്ട് ശാസ്താവിനെ നിത്യം ഭജിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം രേവന്തായ വിദ്മഹേ മഹാശാസ്ത്രേ ധീമഹി തന്ന ശാസ്താ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും വളരെയേറെ പുണ്യം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഏതൊരു ദേവന്റെ മന്ത്രമാണോ ആ മന്ത്രത്തെ ജപിക്കുക വഴി ആ ദേവന്റെ അനുഗ്രഹവും ശാസ്ത്രഗായത്രിയിലൂടെ ശനിദോഷ നിവാരണവും ഒക്കെ സാധ്യമാകുന്നതാണ്. ഇന്ന് ശേഷനാഗ ഗായത്രി മന്ത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ശേഷനാഗം നാഗങ്ങളിൽ വെച്ചിട്ട് പ്രസിദ്ധനായിട്ടുള്ള നാഗമാണ്. സർപ്പദോഷമില്ലാതാക്കാനും ജാതകത്തിൽ രാഹു അരിഷ്ടത്തിൽ നിൽക്കുന്നവരും ഒക്കെ നിത്യം ജപിക്കേണ്ട മന്ത്രമാണ് ശേഷനാഗ ഗായത്രി മന്ത്രം. കൂടാതെ എല്ലാവിധത്തിലുമുള്ള ഭയങ്ങൾ അകലുന്നതിന് ശേഷനാഗത്തെ ഭജിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ശേഷനാഗത്തെ പ്രാർത്ഥിക്കാനായിട്ട് നിത്യം ശേഷനാഗ ഗായത്രി മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം സഹസ്രശീർഷായ വിദ്മഹേ വിഷ്ണുവല്ലഭായ ധീമഹി തന്നോ ശേഷ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്
ശിവഗായത്രി മന്ത്രമാണ്. ശിവഗായത്രി മന്ത്രം തന്നെ 5ഓളം മന്ത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. രുദ്രഗായത്രി എന്നും അറിയപ്പെടുന്ന ഈ മന്ത്രം ആയുസ് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആയുർദോഷങ്ങൾ ഇല്ലാതാക്കി ആയുസ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം മഹാദേവായ വിദ്മഹേ രുദ്രമൂർത്തിയെ ധീമഹി തന്നോ ശിവ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ ഭക്തിപൂർവ്വം ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായതിനു ശേഷം നിലവിളക്കിന് മുമ്പിലായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് 2ാമത്തെ ശിവഗായത്രി മന്ത്രത്തെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും ശിവഭഗവാന്റെ പ്രീതി ലഭിക്കാനും അനുഗ്രഹം ലഭിക്കാനും ഒക്കെ ആയിട്ട് ഈ ശിവഗായത്രി മന്ത്രത്തെ നമുക്ക് നിത്യം ജപിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം സദാശിവായ വിദ്മഹേ ജടാധരായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ശിവഗായത്രി മന്ത്രത്തെ നിങ്ങൾ നിത്യം നമുക്ക് സാധിക്കുന്ന അത്ര തവണകളിൽ ജപിക്കുക. തീർച്ചയായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാനും അതുവഴി ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. ശിവഗായത്രി മന്ത്രം 2 എണ്ണം പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് 3ാമത്തെ ശിവഗായത്രി മന്ത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദശാസന്ധി ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ശിവപ്രീതിക്കുമൊക്കെ ആയിട്ട് ജപിക്കാവുന്ന ഒരു ഗായത്രി മന്ത്രമാണ് ശിവഗായത്രി മന്ത്രം. ശിവഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് മന്ത്രം ജപിക്കുകയും മന്ത്രം കേൾക്കുന്നത് പോലും വളരെ ഐശ്വര്യദായകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ഗൗരീനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാത്. 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 ദശാസന്ധി ദോഷങ്ങൾ, ശനിദോഷം തുടങ്ങിയ ദോഷങ്ങൾ അനുഭവിക്കുന്നവര് ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. രോഗങ്ങൾ ഇല്ലാതാക്കാനും ആയുർവർദ്ധനവിനും ഒക്കെ സഹായിക്കുന്ന മന്ത്രമാണ്. ഇത് 4ാമത്തെ ശിവഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. അപകടങ്ങൾ പതിവായിട്ടുള്ളവരും ദശാസന്ധി ദോഷങ്ങളുള്ളവരും കഷ്ടതകൾ അനുഭവിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക. ശിവഭഗവാനെ ഭജിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ശനിദോഷ ശാന്തിക്കും ഗ്രഹദോഷ ദുരിതശാന്തിക്കും ഒക്കെ ആയിട്ട് ശിവഭഗവാനെ നിത്യം ജപിക്കുക. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. 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 ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്.
ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രം ചൊല്ലുന്നത് കേൾക്കുന്നത് പോലും പുണ്യമാണ്. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇന്ന് നാം 5ാമത്തെ ശിവഗായത്രി മന്ത്രമാണ് പരിചയപ്പെടുന്നത്. ദശാസന്ധി ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആയുർദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനും രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും എല്ലാവിധ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മഹാദേവന്റെ അനുഗ്രഹം നേടാനും ഒക്കെ ആയിട്ട് നമുക്ക് നിത്യം ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നമുക്ക് ഇനി മന്ത്രത്തിലേക്ക് കടക്കാം. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓം തത്പുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ചൊല്ലുക. നമുക്ക് സാധിക്കുന്ന തവണകളിൽ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഈ മന്ത്രത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്ന് പുതിയതായിട്ട് ശൂലിനി ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ശൂലിനി ദേവി നമ്മളുടെ ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കി നമ്മളുടെ ദൃഷ്ടിദോഷം തുടങ്ങിയ എല്ലാവിധത്തിലുമുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കി നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദേവതയാണ്. ശൂലിനി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പരിചയപ്പെടാം. ഓം ജ്വാലാമാലിന്യേ വിദ്മഹേ ശൂലിന്യേ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത്. 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 ഈ മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം കൃത്യതവണകളിൽ കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ശത്രുക്കൾ ഉണ്ടാകുകയില്ല. എല്ലാവരും നമ്മിലേക്ക് ആകർഷിക്കപ്പെട്ട് നല്ല ഒരു ജീവിതത്തിൽ വിജയവും ഒക്കെ കൈവരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ശുക്രഗായത്രിയാണ് പരിചയപ്പെടുന്നത്. ശുക്രഗായത്രി മന്ത്രത്തിന്റെ 1ാമത്തെ മന്ത്രത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശുക്രാചാര്യർ അസുര ഗുരുവാണ്. ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശുഭഗ്രഹം ശുക്രനായിട്ടാണ് പറയപ്പെടുന്നത്. വ്യാഴം ഏറ്റവും ശുഭമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും വ്യാഴം ദുരിതത്തിലായാൽ അതുപോലെ ദുരിതവും വിതയ്ക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശുക്രഗ്രഹത്തിന് പ്രാധാന്യമായിട്ട് നൽകുന്നുണ്ട്. നമുക്ക് ശുക്രഗായത്രി മന്ത്രത്തെ പരിചയപ്പെടാം. ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ശുക്രഗായത്രി മന്ത്രത്തെ നിത്യം കേൾക്കുന്നത് പോലും വളരെ വിശേഷ ഫലം നൽകുന്നതാണ്. ശുക്രഗായത്രി മന്ത്രം ജപിച്ചാൽ വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബസുഖവും
എല്ലാത്തരം ഐശ്വര്യവും ഒക്കെ നേടുന്നതിന് ശുക്ര ഗായത്രി നമുക്ക് സഹായകമാകും. ശുക്രൻ ദാമ്പത്യത്തിന്റെ കാരകനാണ്, വിവാഹത്തിന്റെ കാരകനാണ്. ശുക്ര ഗായത്രി ജപിക്കുക വഴി തടസ്സങ്ങളില്ലാതെ വിവാഹം നടക്കുന്നതാണ്. നല്ല വിവാഹബന്ധം ലഭിക്കുന്നതിനും നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനും കുടുംബജീവിതം വിജയകരമാക്കുന്നതിനും ഒക്കെ ശുക്ര പ്രീതി അനിവാര്യമാണ്. വിവാഹം കാലതാമസം ഉണ്ടാകുന്നവരും നല്ല വിവാഹം ആഗ്രഹിക്കുന്നവരും ഒക്കെ നിത്യം ജപിക്കുക. ഇന്ന് രണ്ടാമത്തെ ശുക്ര ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ശുക്രൻ വിവാഹത്തിന്റെ കാരകനാണ്, ദാമ്പത്യത്തിന്റെ കാരകനാണ്, മംഗല്യകാരകനാണ്, മംഗളകാരകനാണ്. ഇത്തരത്തിലുള്ള ശുക്ര ഗ്രഹത്തെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം ഭൃഗുപുത്രായ വിദ്മഹേ ദൈത്യാചാര്യായ ധീമഹി തന്ന ശുക്ര പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും വളരെ വിശേഷമാണ്. ഇന്ന് ശ്യാമള ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ത്രിപുരസുന്ദരി ഗായത്രി മന്ത്രങ്ങൾ നിരവധി നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് ശ്യാമളാ ദേവി എന്നൊക്കെയാണ് പലരും പറയുന്നത്. ബാലാ ത്രിപുരസുന്ദരി, ലളിത, മാതംഗി എന്നീ ദേവതകളെല്ലാം തന്നെ ദേവിയുടെ വിവിധ ഭാവങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് വിവിധ രൂപത്തിൽ നമ്മളുടെ ഇഷ്ടാനുസരണം ഉപാസിക്കാവുന്നതാണ്. ദേവിയെ ഉപാസിക്കുക വഴി നമ്മളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നിറവേറ്റാനാകും. എല്ലാവിധ ഐശ്വര്യത്തിനും ശ്യാമളാ ദേവിയെ ഉപാസിക്കുക. നമുക്ക് ഈ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്യാമളായി ച വിദ്മഹി മതംഗതായി ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇപ്രകാരം ഈ ഗായത്രി മന്ത്രത്തെ കേൾക്കുന്നത് പോലും വളരെ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ നിത്യം ജപത്തിൽ ഈ മന്ത്രത്തെ ഉൾപ്പെടുത്തുക. മുൻപ് ഒരു സൂര്യഗായത്രി മന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് രണ്ടാമത്തെ സൂര്യഗായത്രി മന്ത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദിത്യ ഭഗവാന്റെ പ്രീതിയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയിക്കാനാകും. ശാരീരികമായിട്ട് നല്ല ആരോഗ്യവാന്മാരാകാനായിട്ട് സാധിക്കുന്നതാണ്. സൂര്യൻ എല്ലാ പ്രപഞ്ചത്തിന്റെയും ആധാരശിലയാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രീതി, സൂര്യന്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ജാതകത്തിൽ സൂര്യൻ അനിഷ്ടസ്ഥാനങ്ങളിലും സൂര്യന്റെ രാശികളിൽ ജനിച്ചവർക്കും സൂര്യദശയുള്ളവർക്കും ഒക്കെ ഈ സൂര്യഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ ഭാനു പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നത് പോലും വളരെയേറെ പുണ്യം നൽകുന്ന ഒരു കാര്യമാണ്. ജപിക്കുന്നവർക്ക്
ശാരീരികമായിട്ട് ഉന്നതമായിട്ടുള്ള നിലയിൽ എത്തുന്നതിനും നല്ല ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിനും മനസ്സുഖത്തിനും നേത്രരോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മനഃശാന്തിക്കും ഒക്കെ കാരണമാകുന്ന ഒരു മന്ത്രമാണിത്. മനനാൽ ത്രായതേ ഇതി മന്ത്രഃ എന്നാണ്. മന്ത്രം ചൊല്ലുന്നവരെ രക്ഷിക്കുന്നതാണ് മന്ത്രങ്ങൾ. ആദിത്യ ഭഗവാൻ നമ്മളുടെ എല്ലാം രക്ഷയ്ക്കായിട്ട് എത്തും. ഈ മന്ത്രത്തെ നിത്യം ചൊല്ലിയാൽ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഒരു സൂര്യഗായത്രി മന്ത്രം കൂടി പരിചയപ്പെടുത്തുകയാണ്. 2 സൂര്യഗായത്രി മന്ത്രങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് 3ാമത്തെ സൂര്യഗായത്രി മന്ത്രത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദിത്യ ഗായത്രി. സൂര്യൻ ആത്മപ്രഭാവത്തിന്റെയും ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ ഗ്രഹമാണ്. രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനും ഒക്കെ സൂര്യഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. ജാതകത്തിൽ സൂര്യന്റെ ബലമനുസരിച്ചിട്ട് നമ്മളുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നിശ്ചയിക്കുന്നതാണ്. ഇത്തരത്തിൽ ജാതകത്തിൽ സൂര്യൻ അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരും സൂര്യദശയുള്ളവരും ഒക്കെ സൂര്യ ഗായത്രി മന്ത്രത്തെ ജപിക്കുന്നത് നല്ലതായിരിക്കും. ചിങ്ങൻ രാശിയിൽ ജനിച്ച മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരും ഒക്കെ സൂര്യ പ്രാർത്ഥന നടത്തുന്നതാണ്. ചിങ്ങ രാശി ലഗ്നമായിട്ട് ജനിച്ചവരും കാഴ്ചയ്ക്ക് തകരാറുള്ളവർക്കും ഒക്കെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം. ഈ സൂര്യഗായത്രി മന്ത്രത്തിലെ 3ാമത്തെ മന്ത്രത്തെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം പ്രഭാകരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്ന സൂര്യ പ്രചോദയാൽ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്നതും മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നതും ഒക്കെ വളരെയേറെ ഐശ്വര്യത്തെ നൽകുന്നതാണ്. മനസ്സിന് സ്വസ്ഥതയും ശരീരത്തിന് സുഖവും എല്ലാവിധത്തിലുള്ള ജീവിത വിജയവും ഒക്കെ നേടിയെടുക്കാനായിട്ട് സൂര്യഗായത്രി മന്ത്രത്തെ നമുക്ക് നിത്യം ജപിക്കാവുന്നതാണ്. സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരശില. അതുകൊണ്ട് തന്നെ സൂര്യനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. ശ്രീ പാർവതി ഗായത്രി മന്ത്രമാണ് നാം പരിചയപ്പെടുന്നത്. ഇഷ്ടവിവാഹത്തിനും കുടുംബസുഖത്തിനും സന്താന സൗഖ്യത്തിനും സന്താന ഭാഗ്യത്തിനും ദാമ്പത്യ വിജയത്തിനും ഒക്കെ ആയിട്ട് പാർവതി ദേവിയെ ഭജിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. പാർവതി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നല്ല കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. പാർവതി ദേവിയെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ട ശ്രീ പാർവതി ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം സുഭഗായൈ വിദ്മഹേ ഹൈമവത്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഓം സുഭഗായൈ വിദ്മഹേ ഹൈമവത്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഓം സുഭഗായൈ വിദ്മഹേ ഹൈമവത്യൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഇപ്രകാരം ഈ ശ്രീ പാർവതി ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. ഇന്ന് നാം സാക്ഷാൽ ശ്രീരാമന്റെ ഒരു ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത്. ശ്രീരാമ ഗായത്രി മന്ത്രങ്ങൾ 3 ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ന് 1ാമത്തെ മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. മര്യാദാ പുരുഷോത്തമനാണ് ഭഗവാൻ ശ്രീരാമൻ. ശ്രീരാമൻ ബഹുമാന്യതയുടെ പര്യായമാണ്. ശ്രീരാമനെ പൂജിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ മാന്യതയും സത്വഗുണ പ്രധാനം കലർന്നതുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ശ്രീരാമനെ ഉപാസിക്കാവുന്നതാണ്. പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് സത്യത്തിന്റെ പാതയിൽ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ചയാളാണ് ശ്രീരാമൻ. ശ്രീരാമനെ ഉപാസിക്കുന്നതിലൂടെ വിശേഷമായിട്ടുള്ള ജ്ഞാനത്തെ ഒരാൾ പ്രാപ്തനാകുന്നതാണ്. അറിവ് നേടാനും വിശേഷമായിട്ടുള്ള ജീവിത നേട്ടങ്ങൾക്കുമൊക്കെയായിട്ട് ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിക്കുക. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്.
ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഓം ദാശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ശ്രീരാമ ഗായത്രി മന്ത്രം 3ാമത്തെ ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ധർമ്മരൂപായ വിദ്മഹേ സത്യവ്രതായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. 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 ഇന്ന് നമുക്ക് ഒരു ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രത്തെ പരിചയപ്പെടാം. നമുക്ക് ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഓം ദേവകീസുത നന്ദനായ വിദ്മഹേ ഗോപീജനവല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഇന്ന് 2ാമത്തെ ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവരുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അധികാരത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ എന്നും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. എന്നും സന്തോഷത്തോടെ കൂടി ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എല്ലായ്പ്പോഴും പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് ആ പ്രതിബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കി വളരെ തന്മയത്വത്തോടെ എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയില്ല എന്ന മട്ടിൽ മറ്റുള്ളവരെ നേർവഴിക്ക് നയിച്ച ഈശ്വരനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അത്തരത്തിൽ ജീവിത വിജയത്തിന് ശ്രീകൃഷ്ണ ഉപാസന വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. സന്താന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവരും സൽസന്താന ലബ്ധിക്കും ഒക്കെയായിട്ട് ഈ ശ്രീകൃഷ്ണ ഗായത്രി മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ദാമോദരായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ഗായത്രി മന്ത്രം ശ്രീനിവാസ ഗായത്രി മന്ത്രമാണ്. സർവമംഗളങ്ങളും നൽകുന്ന ശ്രീനിവാസ ഭഗവാന്റെ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശ്രീനിവാസ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓം നിരഞ്ജനായ വിദ്മഹി നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹി നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്.
ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരാഭാസായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഇപ്രകാരം ഈ ശ്രീനിവാസ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് എല്ലാ മംഗളങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമുക്ക് ശ്രീരാമ ഗായത്രി മന്ത്രത്തിന്റെ രണ്ടാമത്തെ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം പീതാംബരായ വിദ്മഹേ ജഗന്നാഥായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. 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 ശ്രീരാമ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് എല്ലാ നന്മകളും ലഭിക്കുന്നതാണ്. ബഹുമാന്യതയുടെ പര്യായമായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിക്കുക വഴി നമുക്ക് സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനപ്രാപ്തിക്കും ബഹുമാന്യതയ്ക്കും ഒക്കെ കാരണമാകുന്നതാണ്. കൂടാതെ അറിവ് വർദ്ധിക്കാനും ഈ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. ഇന്ന് ശ്രീവിദ്യ ഗായത്രി മന്ത്രത്തെയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ലോകരക്ഷാർത്ഥം അവതരിച്ച ദേവിയായിട്ടാണ് ശ്രീവിദ്യാദേവിയെ കണക്കാക്കുന്നത്. ലോകത്തിന്റെ ക്ഷേമത്തിനും നമ്മളുടെ ഉയർച്ചയ്ക്കും ധർമ്മമാർഗത്തിൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും ഒക്കെയായിട്ട് നമുക്ക് ശ്രീവിദ്യാദേവിയെ ഉപാസിക്കാം. ശ്രീവിദ്യാ ഉപാസന വളരെയേറെ പ്രാധാന്യമുള്ള ഉപാസനയായിട്ടാണ് കരുതപ്പെടുന്നത്. നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം. മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഓം ശ്രീ മഹാദേവ്യേ ച വിദ്മഹേ സർവശക്തയേ ച ധീമഹി തന്നോ വിദ്യാ പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ശ്രീവിദ്യാ ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്ന് നമുക്ക് പരിചയപ്പെടേണ്ടത് ത്രിപുര ഭൈരവി ഗായത്രി മന്ത്രമാണ്. ശ്രീ ത്രിപുര ഭൈരവി ഗായത്രി മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. ദശമഹാദേവിമാരിൽ പ്രധാനപ്പെട്ട ദേവിയാണ് ശ്രീ ത്രിപുര ഭൈരവി ദേവി. നമ്മളുടെ ഭയം ഇല്ലാതാകാനും ശത്രുക്ഷയത്തിനും ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാതായിട്ട് നമുക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള കർമ്മവും ജീവിതവും ഒക്കെ ലഭിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ശ്രീ ത്രിപുര ഭൈരവി ദേവി മന്ത്രം. ഈ ഗായത്രി മന്ത്രം നിത്യം 9 തവണയെങ്കിലും ജപിക്കുക. അതിൽ കൂടുതൽ ജപിക്കാൻ സമയമുള്ളവർ 21, 36, 41, 108 ഒക്കെ തവണകളിൽ ജപിക്കുക. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ എല്ലാ ദിവസവും കൃത്യമായിട്ട് കാലത്തും വൈകിട്ടും ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരു ഭക്തന് തീർച്ചയായിട്ടും ത്രിപുര ഭൈരവി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഭയമകലാനും ശത്രുക്ഷയത്തിനുമായിട്ട് എല്ലാവരും ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്.
ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ശ്രീ ത്രിപുരായേ ച വിദ്മഹേ ഭൈരവ്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഭയം അകലാനും ശത്രുക്ഷേത്രമായിട്ട് തീർച്ചയായിട്ടും ഈ മന്ത്രത്തെ നിങ്ങൾ ജപിക്കുക. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ മന്ത്രത്തെ കൃത്യമായിട്ട് ജപിക്കുക. ദശമഹാദേവിമാരിൽ ഇനി കമലാത്മികാദേവിയുടെ ഗായത്രി മന്ത്രം മാത്രമാണ് അവതരിപ്പിക്കാനുള്ളത്. അതുകൂടാതെ തന്നെ ഗന്ധർവ ഗായത്രി മന്ത്രവും മറ്റ് ഏതാനും ഗായത്രി മന്ത്രങ്ങൾ കൂടിയേ ഇനി ബാക്കിയുള്ളൂ. ഒട്ടുമിക്ക ഗായത്രി മന്ത്രങ്ങളും നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്ന് ഇനി മറ്റു മന്ത്രങ്ങളിലേക്ക് കടക്കാം. ഈ മന്ത്രങ്ങളൊക്കെ കേട്ടിട്ടില്ലാത്തവർ വീഡിയോ കാണുക, കണ്ട് പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഈ മന്ത്രങ്ങളെല്ലാം ഉപകാരമായി തീരട്ടെ. മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമുക്ക് അഭൗമമായ ശക്തിവിശേഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മന്ത്രജപം എന്ന എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. മന്ത്രം ജപിക്കുന്നതിലെ പ്രത്യേകതകളും അത് ജപിക്കേണ്ട വിധവുമൊക്കെ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല വീഡിയോകളുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.